നിയമസഭയിൽ മുതലപ്പൊഴി വിഷയത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നോട്ടീസിന് മന്ത്രി മറുപടി നൽകുന്നത്. മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളാണ്. അദ്ദേഹം മുതലപ്പൊഴിയിൽ നടപടികൾ സ്വീകരിച്ചു എന്നാണ് വിശദീകരിക്കുന്നത്. സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ ഈ ഫ്രെയിം സ്റ്റഡി നടത്തുന്നത്. ഈ പഠനം നടത്തുന്നത് നമുക്ക് പറ്റില്ല. പൂര CWP ദാസനെ വീണ്ടും ഏൽപ്പിച്ചു. സാർ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ പോവുകയാണ്. ഞാൻ ഇന്നലെയുമായിട്ട് കർശനമായി പറഞ്ഞു ഒരു 20-25 ദിവസം കൊണ്ട് പോകണം. ഇന്നിപ്പോൾ എൻ്റെ സെക്രട്ടറിയെ കൊണ്ട് ഡയറക്ടറെ കൊണ്ട് വിളിപ്പിച്ചു. അവിടുത്തെ ഡയറക്ടറെ വിളിച്ചു. ഏറ്റവും വേഗം ഈ സ്റ്റഡി റിപ്പോർട്ടിലൂടെ തരുമെന്നാണ് പറഞ്ഞത്. സാർ ഈ റിപ്പോർട്ട് രണ്ടാമത്തെ ഇപ്പോൾ അവസാനം ചോദിച്ച ഈ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ സാർ നമുക്ക് 1 മാസത്തിനുള്ളിൽ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കാം. പക്ഷെ സമർപ്പിച്ചപ്പോൾ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ ചെയ്ത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. 2 മാസത്തിനുള്ളിൽ അനുവാദം ലഭിക്കും. 1 മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. CWPRC പൂനെയുടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. 2 മാസത്തിനും ടെൻഡർ നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹകരിക്കണം. പരസ്പരം അതാണ് സാഹചര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാവുന്നത്. സഭയിൽ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം മുതലപ്പൊഴി വിഷയത്തിലാണ്. മുതലപ്പൊഴി വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. വിനോദുണ്ട്. വിനോദ്, ഈ നിയമസഭയിൽ മുതലപ്പൊഴി വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് കഴിഞ്ഞ ഇടത്തെ നടത്തുന്ന അപകടവും നമുക്കറിയാം. ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. മന്ത്രിയുടെ മറുപടിയോടുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം എന്താണ്? ഇപ്പോൾ സഭയിലെ അവസ്ഥ എന്താണ്? മനുഷ്യ സഹജമായ കാര്യങ്ങളെല്ലാം സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നൊരു വിശദീകരണമാണ് മന്ത്രി സജി ചെറിയാൻ നൽകുന്നത്. അദ്ദേഹം പറയുന്നത് അപകട മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പൊഴിയുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ എണ്ണം 29 2020 കമ്മീഷൻ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. 2001 മുതൽ ഉള്ള നിർമ്മാണ പ്രവൃത്തികൾ 2020 കമ്മീഷൻ ചെയ്തത്. ഈ 29 മരണം എന്നതിനെ പ്രതിപക്ഷം ഖണ്ഡിക്കുന്നു. അത് എം വിൻസെന്റ് ആണ് നോട്ടീസ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ ഉപക്ഷേപം കൊണ്ടുവന്നത് എം വിൻസെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് 70-ലധികം മരണങ്ങൾ, 75ഓളം മരണങ്ങൾ, മന്ത്രിയുടെ കണക്ക് ശരിയല്ല എന്ന കാര്യം ആദ്യം തന്നെ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷം അങ്ങനെ ഒരു കാര്യം വിശദീകരിച്ചു. നമുക്കും അറിയാവുന്നതാണ്, 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 75-ലധികം മരണങ്ങൾ മുതലപ്പൊഴിയിൽ സംഭവിച്ചു. ഏറ്റവും ഒടുവിലാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചത്. അന്ന് പുലർച്ചെ 2 അപകടം ഉണ്ടായി. അതിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അദാനി പോർട്ടിനെ കൊണ്ട് കൃത്യമായി ഡ്രഡ്ജിംഗ് ചെയ്യിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് മന്ത്രി വിശദീകരിച്ചു. എന്നാൽ അത് അല്ല, ആ തരത്തിലല്ല. മഴക്കാലത്തിന് മുൻപ് 5 മീറ്റർ ആഴം എന്നത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ കൊണ്ടുവന്ന് അവിടെ മണൽ നീക്കുന്നതിനുള്ള നടപടികൾ, ചിതറിക്കിടക്കുന്ന പാറക്കല്ലുകൾ, അതായത് ടെട്രാപോഡുകളുണ്ട്, പുലിമുട്ടിന്റെ ഭാഗമായി സ്ഥാപിച്ചവയാണ്, അത് മാറ്റുന്നതിനുള്ള നടപടികൾ, ഇതെല്ലാം തന്നെ സ്വീകരിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി, ജോർജ് കുര്യനുമായി സംസാരിച്ചിരുന്നു എന്ന കാര്യം മന്ത്രി വിശദീകരിച്ചു. അദ്ദേഹം എല്ലാ സഹായവും പിന്തുണയും നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതലപ്പൊഴിയിൽ ഈ അശാസ്ത്രീയമായ പൊഴിയുടെ നിർമ്മാണം, പുലിമുട്ടിന്റെ നിർമ്മാണം ഒഴിവാക്കുക എന്നതാണ്. അതിന് ഉള്ള ടെൻഡർ നടപടികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ ഉപജീവനം നഷ്ടമാവുകയാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ പൊലിയുകയാണ്, അവർക്ക് ജീവനോപാധികൾ നഷ്ടപ്പെടുകയാണ്. അടിയന്തരമായി മണ്ണ് നീക്കുന്നതിനും അതോടൊപ്പം തന്നെ കടലിലേക്ക് ഇടിഞ്ഞു വീണ പാറക്കല്ലുകൾ അത് ഒഴിവാക്കുന്നതിനുമുള്ള നടപടികൾ ഏറ്റവും പെട്ടെന്ന് സർക്കാർ സ്വീകരിക്കണം. മറ്റ് ഉറപ്പുകളെല്ലാം തന്നെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് പ്രാധാന്യം നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞത്. സജിത്ത്, അതാണ് പ്രതിപക്ഷത്തിൻ്റെ സഭയിലെ നീക്കം. അതാണ്. ഒപ്പം മന്ത്രിയും ഇക്കാര്യം വിശദീകരിക്കുകയാണ്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച പ്രവർത്തനം ഉണ്ടാകുന്നു എന്നാണ് ഉപക്ഷേപം അവതരിപ്പിച്ച എം വിൻസെന്റ് കൃത്യമായി കണ്ടെത്തി. അങ്ങ് പറഞ്ഞു മൗത്തിന് വീതി കുറവാണ് ഒരു പ്രശ്നം, 2 അടിഞ്ഞുകൂടുന്നത് കൊണ്ട് അപകടം കൂടുന്നു. അതുകൊണ്ട് 15-ാം തീയതി മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കും. എന്നാൽ 2021 സെപ്റ്റംബർ 15 മുതൽ ഡ്രഡ്ജിങ്. സാർ, ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് അങ്ങ് സഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്കും
അതുപോലെ തന്നെ അങ്ങ് നൽകിയിട്ടുള്ള നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടിയും മാത്രമാണ്. ഇതിലൊരു രാഷ്ട്രീയവും ഞങ്ങൾ പറയുന്നില്ല. ഏത് ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചെന്നോ ഏത് ഗവൺമെന്റ് കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നോ അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങളിവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. അങ്ങ് പറഞ്ഞു 2021 സെപ്റ്റംബർ 15 മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കും എന്നങ്ങ് പറഞ്ഞു. സാൻഡ് ബൈപ്പാസിംഗ് നടത്തുന്നതിന് എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് വാങ്ങി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. യാനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കും എന്ന് അങ്ങ് പറഞ്ഞു. എന്നിട്ട് അവസാനം അതാണ് എം വിൻസെന്റ് വാക്കുകളാണ് കേട്ടത്. പ്രതിപക്ഷത്തിന്റെ ഇന്ന് മുതലപ്പൊഴി വിഷയത്തിലുള്ള സഭയിലെ നീക്കമാണ് നമ്മൾ കണ്ടത്. നിയമസഭയിൽ